മാത്രമല്ല എണ്ണി എണ്ണി ഖുർആൻ പറയാണ്. എന്തുകൊണ്ടാണ് ലോട്ടറിയും മദ്യവും ഒന്നും പാടില്ലെന്ന് പറയുന്നത്? സൂറത്തുൽ മാഇദയിൽ വീണ്ടും അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്വാൻ, പിശാച് ഉദ്ദേശിക്കുന്നു എന്ത്? അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ, നിങ്ങൾക്കിടയിൽ അടിപിടി ഉണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുകയാണ്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മ, അതിൽ നിന്ന് നിങ്ങളെ ഈ മദ്യവും ചൂതാട്ടവും തടയും. വഅനിസ്സലാത്തി, നമസ്കാരത്തിൽ നിന്ന് മദ്യവും ചൂതാട്ടവും നിങ്ങളെ തടയും. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഈ തിന്മകളെ ഒഴിവാക്കാൻ സമയമായില്ലേ? ഖുർആനിന്റെ ചോദ്യമാണ്. എത്ര കൃത്യമാണ് അല്ലേ? ആലോചിച്ചു നോക്കൂ. എച്ചകാല് മാറ്റിച്ചവിട്ടാൻ സമ്മതിക്കുകയില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ, 4 കാര്യങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യാതെ, ഒരിക്കലും അതിന് മറുപടി പറയാതെ ആദം സന്തതികളുടെ വെച്ചകാല് മാറ്റിച്ചവിട്ടാൻ പരലോകത്ത് സമ്മതിക്കുകയില്ല. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് അൻമാലിഹി, അവന്റെ ധനത്തെക്കുറിച്ച്. മിൻ ഐന ഇക്തസബഹു, 2 ചോദ്യങ്ങളാണ്. വഫീമ അൻഫഖഹു, എവിടുന്നാണ് ഇത് കിട്ടിയത്, എവിടെയാണ് ചിലവഴിച്ചത്? മുസ്ലിം മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഗൗരവമാണ്. ചിലപ്പോൾ കുറച്ചു കാലം നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഒരു വലിയ കുമിള വലുതായി വന്ന് പിന്നാണ് പൊട്ടിപ്പോവും, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന ആളുകൾ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്നവർ, മാഷാ അല്ലാഹ് പറയുന്നവർ, മനസ്സിലാക്കുക നമ്മൾ മുസ്ലിം സമുദായമാണ്. ഈ ഉമ്മത്തിന് എല്ലാ വിഷയങ്ങളിലും കൃത്യമായ ദിശാബോധം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് പഠിച്ചു മനസ്സിലാക്കുക. കേവല ഭൗതികമായ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ വിൽക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.